ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളുടെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ പല പ്രാവശ്യം ഹോം ടൂർ നമ്മളതിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്രാവശ്യം എൻ്റെ ഹോം ടൂറാണ്. എൻ്റെ തറവാട് വീടാണ് കേട്ടോ. അതായത് ഒരു 35 ഇയേഴ്സൊക്കെ ഓൾഡുള്ള ഇതാണ്. പക്ഷേ കല്യാണം പ്രമാണിച്ച് ഒരുപാട് മാറ്റങ്ങളും ഇവിടെ വരുത്തിയിട്ടുണ്ട്. കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ആരും ഇല്ല വീട്ടിൽ, നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. സോ ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിക്കേണ്ട. അപ്പോൾ നോക്കുക, എൻ്റെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ വാഗനർ നിർത്താറുള്ളത്. അവിടെ ചെറിയൊരു പോർച്ചാണ്, കാർ പോർച്ചാണ്. ഇവിടെയാണ് പപ്പാൻ്റെ പെസാറ്റ് നിർത്തലുള്ളത്. പപ്പൻ്റെ പോർച്ചാണ്. ഓക്കെ, ഇവിടെ ഒന്നും വണ്ടിയില്ല, എല്ലാവരും പോയിക്കണം. എല്ലാവരും കടയിലും പർച്ചേസിനൊക്കെ പോയി. യെസ്, ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയമാണല്ലോ. അത് ചോദ്യം സ്വാഭാവികം. ആരും ഇല്ല. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? വീട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വീട് വരുന്നത്. മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കല്യാണ തലേന്നൊക്കെ ഫുഡ് കൊടുക്കാൻ മേലിലായിരിക്കും അറേഞ്ച് ചെയ്യുക. അത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുബിൻ്റെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങിന് നമ്മൾ ഇവിടെ ആയിരുന്നു. കാരണം അന്ന് കുറച്ച് ടേബിൾ മതിയല്ലോ, കുറച്ച് സ്പേസ് മതി. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ചിലപ്പോൾ മുകളിലേക്ക് മാറ്റും. താഴെ എന്നാലും പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, പിന്നെ വരൂ. ഇത് ഹാലയുടെ സ്കൂട്ടർ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ട്. സ്കൂട്ടർ ഇവിടെ ഉണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കൊലായി വരുന്നത്, അല്ല തായേരി വരുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ തായേരിയാണ്. ഓക്കെ, തായേരി വരുന്നത് ഇങ്ങനെയാണ്. ഇതിലിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മളല്ല, പപ്പ അപ്ഡേറ്റ് ചെയ്തതാണ്. ഞാനൊന്നും വീടിൻ്റെ ഒന്നും ബുക്ക് ഞാൻ തിരിക്കാൻ നോക്കിയിട്ടില്ല. ഒക്കെ പപ്പ പുതിയതായിട്ട് പണിയെടുപ്പിച്ചാട്ടെ. കല്യാണം പ്രമാണിച്ചിട്ട് നമ്മൾ ഫുള്ള് ഒന്നുകൂടി ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള്. ഓക്കെ, അപ്പോൾ ഇതാണ് തായര് വരുന്നത്. ഇപ്പം ഇവിടെ നിന്നാണ് പത്രം വായിക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്നാണ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാറുള്ളത്. അല്ല, അത് ഓരോരുത്തർക്കും ഓരോ സൗകര്യമില്ലേ. പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് സത്യം വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം ടൂർ ചെയ്യാറില്ല. ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് അറിയില്ല ചെയ്യാൻ. കാസർഗോഡ് അത് പറഞ്ഞ സുഖേനു. അത് സായും വിലക്കെ ഒപ്പം നടന്ന് ഇങ്ങനെ അതാണ് ഇതാണ് സ്റ്റഡി ടേബിൾ അത് ഇതെന്ന് പറഞ്ഞുതരും. നമുക്ക് സ്വന്തം വീട്ടിന്റെ കാര്യം വരുമ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ല. ഇതാണ് അത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ബാ. ഡൈനിങ് ഹാള് ഇതാ. ഇവിടെ ഇരുന്നിട്ടാണ് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഫുഡൊക്കെ. ഞാനൊന്ന് പറഞ്ഞോട്ടോ. ഇല്ല, കുട്ടിക്ക് ഇപ്പൊ തന്നെ അറിയാം അതില്ല. ഇളകുന്നുണ്ട്. ഡൈനിങ് ഹാള് വരുന്നത് കേട്ടോ. ഇതില് കുറെ മാറ്റങ്ങൾ ഇപ്പൊ വാഷ് ബേസിന്റെ ഭാഗത്തൊക്കെ കുറെ അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പപ്പന്റെ, ഞാൻ പറഞ്ഞില്ല, ഫുള്ള് പപ്പന്റെ തീമിൽ തന്നെ ചെയ്തതാണ്. ഓക്കെ, അത് പപ്പന്റെ ഒരു ഐഡിയക്ക് പപ്പ ഫുള്ളായിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ, യെസ്, ഇത് സ്റ്റോർ റൂം. ഇവിടെയാണ് സ്റ്റോർ റൂം വരുന്നത്. പിന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കിച്ചണിൽ ഫുഡ് കഴിക്കാനുള്ള ടേബിള് കാര്യങ്ങള്. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഹാൾ വരുന്നത്. അവിടെ താഴെ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഈ റാക്കൊക്കെ ഇതിപ്പോൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതൊന്നും ആദ്യമല്ലായിരുന്നു, ഇതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ്. കല്യാണം ആയതുകൊണ്ട് നമ്മളൊന്ന് ഒതുക്കത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. യെസ്, ഇനിയും കുറെ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബ്രൈഡിന്റെ റൂമൊന്നും സെറ്റ് ആക്കിയിട്ടില്ല, അവിടെയൊക്കെ സെറ്റാക്കാൻ ബാക്കിയുണ്ട്. ഇങ്ങനെയാണ് കിച്ചണ് വരുന്നത്. ഓക്കെ, കിച്ചണും ടോട്ടലി ഇതേപോലെ കുറെ റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ്. കിച്ചണിലെ ടേബിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ വല്ല പഴയ വീടായതുകൊണ്ട് കുറെ സ്പേസുകൾ ഉള്ളിലുണ്ട്. അപ്പൊ എനിക്കത് പറയാനറിയില്ല, നിങ്ങൾ കാണിച്ചു. യെസ് യെസ്, അതായത് നേരെ നമ്മൾ കിച്ചണിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്പേസിലേക്കാണ് എത്തുക കേട്ടോ. ഇതിനെന്താ പറയാ, കോണിമുറി എന്നൊക്കെ ആയിരിക്കും പറയാ, എനിക്കറിയില്ല. പലരുടെ വീട്ടിലും പലതാണ് പറയാറുള്ളത്. യെസ്, ഇതാണ് കോണിമുറി അല്ലേ? കോണിമുറി എന്നാണ് ഞാൻ. എൻ്റെ നാട്ടിൽ എന്താ പറയാ? എന്ത് കോണിമുറിയാ? ഇത് പിന്നെ കുറച്ച് മുമ്പുള്ള ഡിസൈൻ ആയതുകൊണ്ട് അങ്ങനെ. പിന്നെ നേരെ ബാത്റൂം വരുന്നുണ്ട്, താഴത്തെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നുള്ളത് പറഞ്ഞ പോലെ ബ്രൈഡിന്റെ റൂമാണ്. ബ്രൈഡിന്റെ റൂം പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. മമ്മാൻ്റെ റൂമാണ്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി മേലെ പോയി കാണാം. അപ്പോൾ
ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു എൻട്രൻസും കൂടി ഉണ്ട് കേട്ടോ. ചെറിയൊരു ഹോള്, ചെറിയൊരു ഹോളുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. ആദ്യം ഇവിടെ ആൾമാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. പിന്നെ ഇവിടെയാണ് ഹലയുടെ റൂം വരുന്നത്. അതും പറഞ്ഞ പോലെ വർക്ക് എടുക്കാണ്, ഇപ്പൊ നമ്മൾ കാണിക്കുന്നില്ല. കാരണം അറിയാലോ കുറേ ഒരുക്കങ്ങൾ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ട്. ഇങ്ങനെ എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ എൻട്രൻസ് ചെയ്തിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെയാണ് മുകളിലേക്കുള്ള കോണി കൊടുത്തിട്ടുള്ളത്. നമ്മളെ റൂം മേലെയാണ്. ഓക്കെ, ഇവിടെ 2 റൂമാണ്. ഒന്ന് ഉമ്മമ്മന്റെ റൂമും ഒന്ന് ഹലന്റെ റൂമും. പിന്നെ ഇവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട്, അവിടെയാണ് നമ്മളെ പപ്പ കിടക്കുന്നത്. ഉമ്മമ്മ ഉണ്ട് അവിടെ, ജീവനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അവിടെ കിൽക്കാക്കോട്ടെ കുളിക്കൊണ്ടിരിക്കുകയാണ്. ചീത്തറിയുണ്ട്. വാ, ജീവ ഇളകുമ്പോൾ നമുക്ക് മേലുള്ള ബാക്കിയുള്ള കൂടി കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ സ്റ്റേഴ്സ് വരുന്നത് കേട്ടോ. സ്റ്റേഴ്സ് ഒക്കെ പഴയ സ്റ്റൈലിലാണ്. അതിൽ നമ്മൾ അപ്ഡേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. കാരണം ഇവിടെ അപ്ഡേഷൻസ് വരുത്തണമെങ്കിൽ വീടുമായിട്ട് പൊളിച്ച് പണിയേണ്ടി വരും കേട്ടോ. ഇതാണ് നമ്മളെ മുകളിലത്തെ ഒരു സെന്ററത്തെ പോലെ തന്നെ, അടിയിൽ കാണിച്ച പോലെ തന്നെ. ഇപ്പുറത്ത് ഉമ്മമാന്റെ വീട്, അപ്പുറത്ത് വീട് ഇപ്പുറത്ത് ഉമ്മമാന്റെ റൂം, അപ്പുറത്ത് മറ്റേ വീട് പറഞ്ഞില്ല, അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മളെ റൂം, അപ്പുറത്ത് പപ്പന്റെ ഉമ്മാന്റെ റൂം കേട്ടോ. അതും അതേപോലെ തന്നെ ലോക്ക് ചെയ്യും. കാരണം നമ്മളെ കല്യാണമൊക്കെ അല്ലേ, അപ്പൊ ലോക്ക് ചെയ്തിട്ടാണ് എല്ലാരും പോവല്, എല്ലാരും റൂമും. ഇത് പറ്റിച്ചാല് ഉമ്മ വന്നിട്ട് ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലത്തെ, അതായത് ഉമ്മാന്റെയും പപ്പന്റെ റൂമിന്റെ ഉള്ളിലത്തെ ആൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പിന്നെ മാമൻ തന്നെയാണ് ചെയ്തത്. ഒരു രക്ഷയില്ലാതെ ഇന്റീരിയറിൽ ചെയ്തിട്ടുണ്ട്. കുറെ വർക്കുകൾ ബാക്കിയുണ്ട്. ഓക്കെ, മനസ്സിൽ വെച്ചാ മതി. അപ്പൊ ഇനി നമ്മളെ റൂം ഇങ്ങനെ നമ്മൾ ഫൈനൽ നമ്മളുടെ സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മളുടെ ബെഡ്റൂമിൽ എത്തിയിരിക്കുകയാണ്. ബെഡ്റൂം ഇതാ ഈ ഒരു കോലത്തിലാണ് വരുന്നത്. ഇതിലിപ്പോ ഈ താഴെ കാണുന്ന മാറ്റൊക്കെ ഞങ്ങൾ ഇപ്പൊ പിരിച്ചതാണ്. കല്യാണം ആയതുകൊണ്ട് ജസ്റ്റ് പോയി മേടിച്ചു ഇട്ടു. ഓക്കെ, അതായത് പപ്പാന്റെ മമ്മന്റെ റൂമിലൊക്കെ ഒരു വാൾപേപ്പർ ഓൺലൈനിൽ വാങ്ങിയിട്ട് സെറ്റ് ആക്കിക്കണം. അപ്പൊ അത് കണ്ടപ്പോ നമുക്കൊരു പുതി, നമ്മൾ സെറ്റ് ആക്കും. എനിക്ക് ഒട്ടിക്കാനൊരു പേടി. പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. കല്യാണാകുമ്പോത്തിന് ചെയ്ത് കഴിയോ? ആരത് ചെയ്ത് തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ബെഡ്റൂം വരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ AC ഇട്ടിട്ട് തന്നെയാണ് കിടക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ജീവക്ക് AC പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു ഫാൻ നമ്മൾ അഡീഷണൽ വാങ്ങിയിട്ടുണ്ട്. ചുമയുണ്ട്. രാത്രിയിലൊന്നും ഇപ്പോൾ AC ഇടലില്ല, കാരണം ഇപ്പോൾ തണുപ്പുള്ള സമയമല്ലേ. അപ്പോൾ ഇത് ഫാൻ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ട് എന്നാ അവൾക്ക് ഫാൻ വേണേനും, അല്ലെങ്കിൽ ഉറങ്ങൂല. ഒന്നുകിൽ AC വേണം, അല്ലെങ്കിൽ ഫാൻ വേണം. ഇപ്പൊ AC ഇല്ലാത്തത് അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഇതൊക്കെയാണ് നമ്മളെ റൂം. നമ്മളെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട്. ഇത്ര സെറ്റാക്കിയത് പോരാ, ഇത്ര സെറ്റാക്കിയപ്പോ തന്നെ ഞാനൊരു വൈക്കായി ആണ്. കണ്ട, സത്യം കറണ്ട് പോയി. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ മുകളിൽ നിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ. ഓ, ഈ കറുത്തിട്ടൊന്നും കാണുന്നില്ല. ഇപ്പൊ വിളിച്ചു. അതായത് ഇവിടെ ഒരു ഹാള് പോലെയാണ്. നമുക്ക് അത്യാവശ്യം എന്താ പറയാ, ഒരു പാർട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കൊടുക്കാൻ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. അതായത് മുകൾ ഭാഗം നമ്മളിവിടെ ഇങ്ങനെ മുകളിൽ ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഞാൻ താഴത്തുനിന്ന് കാണിച്ചില്ലേ, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇതാ ഇങ്ങനെയാണ് മുറ്റത്തേക്കുള്ള വ്യൂ വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ അടക്ക ഉണക്കായിട്ടിട്ടുണ്ടാവും. യെസ്, ഇതാണ് റോഡ് വരുന്നത്. ഓക്കെ, റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ റോഡ് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു റോഡാണ്. ഞങ്ങളെ വീട് റോഡ് സൈഡിൽ തന്നെയാണ് അല്ലേ, റോഡ് സൈഡിൽ തന്നെയാണ്. ഇതാ NH ബൈപ്പാസ് ആണ് പോകുന്നത് കേട്ടാ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹോം ടൂറ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീട് കാണിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ കല്യാണത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും പഴയ വീട് തന്നെയാണ്. 35 വർഷത്തോളം പഴക്കമുള്ള തറവാട് വീടാണ്. സോ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സഹിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ സഹിക്കാൻ നിൽക്കാതെ നമ്മളാണ്. അപ്പം നമ്മളാണ് സഹിക്കേണ്ടത്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ബെഡ്റൂം നമ്മളെല്ലാവരും അടിപൊളി ബെഡ്റൂം ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് നന്നാക്കി എടുക്കാൻ എളുപ്പമാണല്ലോ. പക്ഷെ ബാക്കിയുള്ള ഇതെന്ന് പറഞ്ഞാൽ ഓരോന്നാക്കി സെറ്റ് ആവണം. ഇത് ഇനി ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നായിട്ട് വീട് പൊളിച്ചിട്ട് 2ാം വട്ടം ചെയ്യേണ്ടി വരും. അതിലാരെ വേറെ വീട് വെക്കുന്നതായിരിക്കും ബെറ്റർ. അത്രയ്ക്കും വർക്ക് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം
വീട് പെരന്നിട്ടാണ് കിടക്കുന്നത്. എത്രയോ 10 സെന്റ് സ്ഥലത്തിലാണ് വീട് മാത്രമൊക്കെ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും. നിങ്ങളതല്ലേ അല്ല അത് എനിക്ക് വലിയ പിടുത്തല്ല. അല്ല പക്ഷെ 10 സെന്റ് ഉണ്ട്, അത് എനിക്കറിയാം. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും? വേറെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിന്റെ ഹോം ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? അത് കുറെ വെറുപ്പിച്ചതല്ലേ. ഞാൻ അല്ല ഇട്ടിട്ടില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് ഇടാം കേട്ടോ. എന്താണ് പറഞ്ഞപ്പോ മനസ്സിലാക്കാനായില്ല നിങ്ങളൊക്കെ. ഓക്കെ ജീവ കൂടി പറഞ്ഞാളെ. ജീവ തെറ്റി. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഇൻഷാല്ലാ. ഇതുവരെ ബൈ. നെക്സ്റ്റ് വ്ളോഗിൽ അടിപൊളി വ്ളോഗ് ആയിരിക്കും കേട്ടോ. ഇനി വരാനുള്ളതൊക്കെ കിണ്ണം കച്ച വ്ളോഗുകൾ വരാണ്ട്. കിണ്ണം കച്ചലുണ്ടോ? ശരി ബൈ.